തേവാരപ്പറമ്പ് അല്ലേ? പിന്നെ അദ്ദേഹം പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് വന്നു? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? ബേപ്പൂര് അല്ലേ? വിഭാഗങ്ങൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അങ്ങനെ ഒരു നാടൻ ഭാഷയിൽ എഴുതിയെടുക്കുക ഇല്ല. എഴുതിയാണ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ നമുക്ക് അറിയാം ഇല്ല. അത് നമുക്ക് നമ്മളെ പരിചയപ്പെടുത്തും. ഉമ്മയുടെ ആട് അല്ലേ? ബഷീർ എഴുതിയ ആളെ പേരാണ് വലുതാക്കി കൊടുത്തിട്ടുള്ളത്. ആനപ്പൂട എന്നാണ് പുസ്തകത്തിലെ. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലേ? ആ പേരെന്നെ കണ്ടില്ല നിങ്ങൾ? എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കണം അതേപോലെ തന്നെ അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനമാണ് നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് അദ്ദേഹം ജനിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. പെട്ടിപ്പുറത്ത് ബാല്യകാലസഖി ശബ്ദങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിന്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാലസഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. ആരാ സാപ്പിടുന്നത് അറിയോ? ആട് വന്ന് പുസ്തകങ്ങൾ തിന്നാണ് കേട്ടോ. മുൻകാല് കൊണ്ട് ചവിട്ടിയിട്ട് 2ഉം 3ഉം പേജുകളായി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ്. എല്ലാരും ചൊല്ലണ പോലിത് കഥയെന്നുള്ളൊരു കാഥികനാണ്. കഥയാകെ എഴുതി തീർത്തൊരു ബേപ്പൂരുള്ളൊരു വലിയൊരു സുൽത്താൻ. കഥയാകെ എഴുതി കയറിയ പോരിശയുള്ളൊരു കാഥികനാണ്. നാടാകെ വായിച്ചേറിയ കഥയെന്നുള്ളൊരു വൈക്കത്താരൻ. പാത്തുമ്മാക്കൊരു ആടുണ്ട്, ആട് പുതപ്പ് കടിച്ചീണ്ട്. ആടിന് ചേർന്നൊരു കൂട്ടുണ്ട്, കഥയാകെ പറയാനേറെയുണ്ട്. വയലാലിയിലൊരു വീടുണ്ട്, വീട്ടില് നീല വിളിച്ചോണ്ട്. മതിലിന്നിപ്പുറം കഥയുണ്ട്, കഥയാകെ പറയാനേറെയുണ്ട്. എല്ലാരും ചൊല്ലണ പോലിവൻ കഥയെന്നുള്ളൊരു കാഥികനാണ്. കഥയാകെ എഴുതി തീർത്തൊരു ബേപ്പൂരുള്ളൊരു വലിയൊരു സുൽത്താൻ. കഥയാകെ എഴുതി കയറിയ പോരിശയുള്ളൊരു കാഥികനാണ്. നാടാകെ വായിച്ചേറിയ കഥയെന്നുള്ളൊരു വൈക്കത്താരൻ. ഉപ്പൂപ്പാക്കൊരു